നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമ്മൾ കണ്ടിരുന്നു എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ പറയാം. ലെറ്റ് AI 1 less than or equal to I less than or equal to N be a collection of N where N greater than or equal to 2 arbitrary sets. Then order of union of I is equal to 1 to N AI. അതായത് ഈ AI-കളുടെ എല്ലാവരുടെയും യൂണിയൻ്റെ കാർഡിനാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര എലമെൻ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വിച്ച് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ദ ഫോർമുല. അതായത് ഓരോരുത്തരുടെയും കാർഡിനാലിറ്റി കണ്ടുപിടിക്കുക, അവരെ എല്ലാവരെയും കൂട്ടി വയ്ക്കുക. I is equal to 1 to N അവരെല്ലാവരും കൂട്ടി വയ്ക്കുക. മൈനസ് രണ്ടുപേരുടെ ഇൻ്റർസെക്ഷൻ്റെ കാർഡിനാലിറ്റി കണ്ടുപിടിക്കുക. രണ്ടുപേർ വെച്ച് ഇൻ്റർസെക്ഷൻ എടുക്കാം. പക്ഷേ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. 1 less than or equal to I less than J less than or equal to N. ഇതെന്താണ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് വന്നതെന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്ത് മൂന്ന് പേർ വെച്ച് ചെയ്യുക. പക്ഷെ അടുത്ത് സം ഇടണം, പ്ലസ് ഇടണം. അതായത് ആൾട്ടർനേറ്റ് പ്ലസ് മൈനസും ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. 3 പേർ വെച്ച് AI ഇൻ്റർസെക്ഷൻ AJ ഇൻ്റർസെക്ഷൻ AK. അവിടെ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് 1 less than or equal to I less than J less than K less than or equal to N. ഇങ്ങനെ വേണം എടുക്കാൻ. ഈ സഫിക്സുകൾ വലുതായി വേണം പൊക്കോണ്ടിരിക്കാൻ. കടല. അപ്പോൾ പ്ലസ് ഇനി അടുത്ത മൈനസ് ആണ്. മൈനസ് ഒരാൾ വെച്ചെടുത്തു, 2 പേര് വെച്ചെടുത്തു, 3 പേര് വെച്ചെടുത്തു. ഇനി അടുത്ത 4 പേർ വെച്ചെടുക്കണം. AI ഇൻ്റർസെക്ഷൻ AJ ഇൻ്റർസെക്ഷൻ AK ഇൻ്റർസെക്ഷൻ AM. 4 പേർ വെച്ച് ഇൻ്റർസെക്ഷൻ എടുക്കുക. സമ്മേഷൻ വീണ്ടും അതേ പാറ്റേൺ. 1 less than or equal to I less than J less than K less than M less than or equal to N. ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുക. ഏറ്റവും അവസാനം ഇപ്പോൾ N ആൾക്കാരല്ലേ ഉള്ളത്, N സെറ്റുകളാണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. ഏറ്റവും അവസാനം N സെറ്റുകളുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഇൻ്റർസെക്ഷൻ എടുക്കുക. അതിൽ പിന്നെ സം എടുക്കാൻ ആരും ഇല്ലല്ലോ. A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ AN. അവിടെ പിന്നെ സം എടുക്കാൻ ആരുമില്ല, കോമ്പിനേഷൻ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് സം ഇല്ല. അവിടെ സം കഴിഞ്ഞു. സം എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ 2 പേർ വെച്ചെടുത്തപ്പോൾ മൈനസ്, അതായത് -1/2 -1. 3 പേർ വെച്ചെടുത്തപ്പോൾ പ്ലസ്, അതായത് -1/3 -1. 4 പേർ വെച്ചെടുത്തപ്പോൾ മൈനസ്, അതായത് -1/4 -1. അപ്പോൾ ഇവിടെ N ആൾക്കാരാണ്. അപ്പോൾ -1/N-1. അപ്പം നിങ്ങൾക്ക് അവിടെ ഉള്ള സൈനും കിട്ടും. മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ള സൈനും കിട്ടും. ഇതാണ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇതാണ് ഞാൻ ഇയാളെ എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നടക്കുന്നത്. ഇനി നമുക്ക് ഇയാളെ പ്രൂവ് ചെയ്യാം. ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൂഫാണ്. നമുക്കിത് പ്രൂവ് ചെയ്യാൻ പോകാം. ഞാൻ ഇയാളുടെ സ്പ്ലിറ്റ് ഇനിയും പറയണമെങ്കിൽ 2 പേർ വെച്ചിട്ടുള്ളത് 3 പേർ വെച്ചിട്ടുള്ളത് ഇനിയും പറയണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി. എനിക്ക് ഇനിയും പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ഡൺ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് ദിസ് വൺ. നമ്മൾ പ്രൂവ് ചെയ്യാൻ ഇൻഡക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. we will prove
this by induction on n. We will prove this by induction on n. അതായത് n സെറ്റുകളാണല്ലോ, ആ സെറ്റിൽ എന്നിൽ ഇൻഡക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ശരി, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നിങ്ങൾക്ക് അറിയാം. ആദ്യം നമ്മൾ n is equal to ഇനീഷ്യൽ വാല്യൂവിനാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയുന്നുണ്ട്. അതായത് n 2 തൊട്ട് തുടങ്ങണം. അപ്പോൾ അയാളുടെ ഇനീഷ്യൽ വാല്യൂ 2 ആണ്. അപ്പോൾ ഞാൻ ആദ്യം n is equal to 2 പ്രൂവ് ചെയ്യണം. Let n is equal to 2. അതായത് സെറ്റുകളുടെ എണ്ണം 2 സെറ്റ് മാത്രമേ ഉള്ളൂ. n is equal to 2, സെറ്റിന്റെ എണ്ണം 2. അതായത് then there are only 2 sets. There are only 2 sets. 2 സെറ്റ്സ് മാത്രമേ ഉള്ളൂ. അയാൾ A1 ഉം A2 2 സെറ്റ്. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ A1 യൂണിയൻ A2വിന്റെ കാര്യം നോക്കും. A1 യൂണിയൻ A2, അതായത് യൂണിയൻ ഓഫ് ആദ്യത്തെ 2 സെറ്റ് A1 യൂണിയൻ A2. ഇയാളുടെ കാർഡിനാലിറ്റി വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. A1 യൂണിയൻ A2. അപ്പോൾ ഞാനുണ്ടല്ലോ ഇയാളുടെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണെ. വെൻ ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. A1 A2. എനിക്ക് A1 യൂണിയൻ A2വിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് വേണ്ടത്. A1 യൂണിയൻ A2വിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ആണുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് A1ലെ എലമെന്റും A2വിന്റെ എലമെന്റും നമ്പർ ഓഫ് എലമെന്റ്സും കൂട്ടി. A1ലെ നമ്പർ ഓഫ് എലമെന്റ്സും A2വിലെ നമ്പർ ഓഫ് എലമെന്റ്സും ഞാൻ സം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഈക്വൽ ആകാൻ സാധ്യതയുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? A1 യൂണിയൻ A2 ഈക്വൽ ആകാൻ സാധ്യത ഉണ്ടോ? ആർക്കെങ്കിലും പറയാമോ? ആ, എന്തുകൊണ്ട് സാധ്യതയില്ല? ഇന്റർസെക്ഷൻ വരുമ്പോ സെയിം എലമെന്റ്സ് വരികയെന്നോ? എനിക്ക് മനസ്സിലായില്ല, എന്താണ് ഉദ്ദേശിച്ചത്? കോമൺ എലമെന്റ്സ് അല്ലേ ഇന്റർസെക്ഷനിൽ വരുന്നുണ്ട്. ഞാനിപ്പോ യൂണിയൻ ആണ് എടുത്തേക്കുന്നത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം തോന്നുന്നു? ഞാൻ A1 യൂണിയൻ A2, A1ന്റെയും A2വിന്റെയും യൂണിയന്റെ അകത്ത് വരുന്ന എലമെന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് A1ലെ എലമെന്റുകളുടെ എണ്ണം പ്ലസ് A2ലെ എലമെന്റുകളുടെ എണ്ണമാണെന്നാണ് എഴുതി വച്ചേക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ ഇതില്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. ആര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും? ആരാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? കോമൺ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരും. അതാണ് പ്രശ്നം. കോമൺ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരും. അതായത് നിങ്ങൾ A1 എടുക്കുമ്പോൾ ഈ ഇന്റർസെക്ഷനിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ഇന്റർസെക്ഷനിലുള്ള ആൾക്കാർ A1ലെ നമ്പർ ഓഫ് എലമെന്റ്സ് എടുക്കുമ്പോൾ ഈ ഇന്റർസെക്ഷനിലുള്ള ആൾക്കാരെയും കൂടെ നമ്മൾ എണ്ണി വയ്ക്കും. അപ്പൊ ഇന്റർസെക്ഷനിലുള്ള ആൾക്കാരെ ഒരു തവണ എണ്ണി. ഇനി A2ലെ നമ്പർ ഓഫ് ആൾക്കാരെ എണ്ണുമ്പോൾ A2വിനെ മൊത്തത്തിൽ എണ്ണുകയാണ്. കൂടെ ഇന്റർസെക്ഷനിലുള്ള ആൾക്കാരെ ഒന്നുകൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അതായത് ഇന്റർസെക്ഷനിലുള്ള ആൾക്കാരെ 2 തവണ ആഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. നമ്മൾ A1ലെ നമ്പർ ഓഫ് എലമെന്റ്സ് എടുത്തു പ്ലസ് A2ലെ നമ്പർ ഓഫ് എലമെന്റ്സ് എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ ഇന്റർസെക്ഷനിലുള്ള എലമെന്റുകളെ ഓരോ തവണ, അതായത് ഇൻഫാക്ട് 2 തവണ നമ്മൾ ആഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇത് പറ്റും. അത് സെപ്പറേറ്റ് ചെയ്യണം. അതായത് അതിനെ ഒറ്റ തവണ ആക്കിയാൽ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞു. അതായത് 2 തവണ ഇന്റർസെക്ഷനിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇന്റർസെക്ഷനിലുള്ള ആൾക്കാരുടെ എണ്ണം ഒരു തവണ കുറച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിച്ചില്ലേ? ഒരു തവണ കുറച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിച്ചില്ലേ? കഴിഞ്ഞു. എത്രയോ. ഇതാണ് കാര്യം. കണ്ടല്ല? A1 യൂണിയൻ A2വിലെ നമ്പർ ഓഫ് എലമെന്റ്സ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം A1ലെ നമ്പർ ഓഫ് എലമെന്റ്സ് എടുക്കും പ്ലസ് A2ലെ നമ്പർ ഓഫ് എലമെന്റ്സ് എടുക്കും. പക്ഷേ ഇതിനെ രണ്ടിനെയും 2 പ്രാവശ്യം കൂട്ടുമ്പോൾ ഇന്റർസെക്ഷനിലുള്ള ആൾക്കാരെ എക്സ്ട്രാ ഒരു തവണ കൂടെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്.
ആ എക്സ്ട്രാ റൂട്ട് ചെയ്ത് അങ്ങോട്ടൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വെൻ ഡയഗ്രാം വെച്ച് നമ്മൾ വളരെ എവിഡന്റ് ആണ് കാർഡിനാലിറ്റി ഓഫ് A1 യൂണിയൻ A2 ഇസ് ഈക്വൽ ടു ആദ്യം ഓരോരുത്തരുടെയും സമ്മ് മൈനസ് രണ്ടുപേരുടെയും ഇന്റർസെക്ഷന്റെ, രണ്ടുപേരെ ഉള്ളൂ, രണ്ടുപേരുടെയും ഇന്റർസെക്ഷന്റെ കാർഡിനാലിറ്റി. നമ്മുടെ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട്. ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട്. സോ വി വിൽ റൈറ്റ് A1 union A2 contains all the elements. A1 union A2 contains all the elements in A1 and A2. A1ലെയും A2ലെയും എല്ലാ എലമെന്റ്സും A1 യൂണിയൻ A2ന്റെ അകത്ത് ഉണ്ട്. However, A1 and A2 may have some common elements. കാണാലോ, common elements. May have some common elements. അതായത് A intersection B യിലെ elements. That is A1 intersection A2. A1 intersection A2ലെ elements. Only one copy of each common element is retained in A union B. A union B യിലെ ഇന്റർസെക്ഷനിലെ ആൾക്കാർ സെയിം എലമെന്റ് രണ്ടുപേരിലുണ്ടെങ്കിലും അതിൽ ഒരേ ഒരു കോപ്പിയെ മാത്രമേ നമ്മൾ A യൂണിയൻ ബിയിലേക്ക് A1 യൂണിയൻ A2യിലേക്ക് ആവശ്യമുള്ളൂ. ഒരു കോപ്പിയെ ആവശ്യമുള്ളൂ. അപ്പോൾ only one copy of each common element is retained in A1 union A2. A1 യൂണിയൻ A2ലെ അതിലെ ഒരേ ഒരു കോപ്പീനെ മാത്രമേ റിട്ടൈൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് സം ചെയ്യുമ്പോൾ 2 പ്രാവശ്യം വരുന്നതിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കാര്യം ശരിയായി. അതായത് സോ A1 യൂണിയൻ A2ന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് A1 പ്ലസ് കാർഡിനാലിറ്റി ഓഫ് A2 പ്ലസ് കാർഡിനാലിറ്റി പ്ലസ് എല്ലായിടത്തും മൈനസ് ആണ്, മൈനസ് കാർഡിനാലിറ്റി ഓഫ് A1 intersection A2 exactly as defined in inclusion exclusion principle. കറക്റ്റ് ആണ്. അപ്പൊ n is equal to 2 കാര്യം ശരിയാണ്. n is equal to 2 കാര്യം ശരിയാണ്. കണ്ടല്ലോ. അപ്പോൾ ഇറ്റ് ഇസ് ട്രൂ ഫോർ n is equal to 2. അത് വേണമെങ്കിൽ അവിടെ തന്നെ എഴുതാം. True for n is equal to 2. Therefore, true for n is equal to 2. Okay. അപ്പോൾ n is equal to 2. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ ഓക്കെ ആണ്. ഇനി അടുത്ത് നമുക്ക് എന്താണ്, ഒരു m-1 ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തതിന് ശേഷം m ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ n-1 ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് n ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. വാട്ട് എവർ ഇറ്റ് ഇസ്, അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ അതിന് മുമ്പുണ്ടല്ലോ ഈ 3 പേരുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് വെൻ ഡയഗ്രാം വെച്ചൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് തോന്നാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ 3 പേരുടെ അത് എടുക്കുകയാണേ. A1, A2, A3. A1, A2, A3. ഇത് നിങ്ങൾ പ്രൂഫ് എഴുതുമ്പോൾ ഇതിൻ്റെ കൂടെ എഴുതരുത്, വെൻ ഡയഗ്രാം ഒന്നും എഴുതി വെക്കരുത്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ. നമ്മുടെ ഇൻഡക്ഷൻ പ്രൂഫിന് നമുക്ക് ആദ്യം ഇനീഷ്യൽ കണ്ടീഷൻ മാത്രം മതി. ഞാൻ n is equal to 2 പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ n is equal to 3 ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാനിത് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി, അതൊന്ന് പരിചയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പം ശരി, A1 യൂണിയൻ A2 യൂണിയൻ A3 ഇയാളുടെ കാർഡിനാലിറ്റിയാണ് വേണ്ടത്. 3 പേരുടെയും കൂടെ യൂണിയൻ്റെ കാർഡിനാലിറ്റി. ശരി, ഞാൻ ആദ്യം ഓരോരുത്തരുടെയും കാർഡിനാലിറ്റിയുടെ സം എടുത്തു വെച്ചു. കാർഡിനാലിറ്റി ഓഫ് A1, കാർഡിനാലിറ്റി ഓഫ് A2 പ്ലസ് കാർഡിനാലിറ്റി ഓഫ് A3 കണ്ടല്ലോ, കാർഡിനാലിറ്റി ഓഫ് A3.
അപ്പോൾ ഓരോരുത്തരുടെയും കാർഡിനാലിറ്റിയുടെ സമ്മ് പ്രത്യേകം പ്രത്യേകം എടുത്തു വെച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ നിങ്ങൾ നോക്കുക, A1-ൻ്റെയും A2-ൻ്റെയും കാർഡിനാലിറ്റിയെ പ്രത്യേകം പ്രത്യേകം സം ചെയ്യുമ്പോൾ ഇവരുടെ ഇന്റർസെക്ഷനായ ഈ ഭാഗത്തുള്ള ആൾക്കാരെ 2 പ്രാവശ്യം സം ചെയ്തതുപോലെ ആവൂലേ? അതായത് 2 കോപ്പി വന്നില്ലേ? വന്നു. അതുകൊണ്ട് 2 കോപ്പിയുടെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് 1 കോപ്പിയെ മൈനസ് ചെയ്യണം. എക്സാക്ട്ലി ആസ് വി സെഡ് ഇൻ n is equal to 2. 1 കോപ്പിയെ മൈനസ് ചെയ്യണം. ഇനി A1-ൻ്റെയും A3-യുടെയും ഇന്റർസെക്ഷനിലുള്ള ആൾക്കാരെ പ്രത്യേകം പ്രത്യേകം സം ചെയ്തപ്പോൾ ആ കോപ്പിയിലുള്ള ആൾക്കാരെ ഞാൻ 1 പ്രാവശ്യം കൂടെ എക്സ്ട്രാ സം ചെയ്തില്ലേ? ചെയ്തു. അതുകൊണ്ട് അവരെയും എനിക്ക് ഒഴിവാക്കണം. A1 ഇന്റർസെക്ഷൻ A3. ഇനി അടുത്ത് A2 ഇന്റർസെക്ഷൻ A3 എടുത്തപ്പോൾ അവരുടെ A1-ൻ്റെ A2-ൻ്റെയും കാർഡിനാലിറ്റിയുടെ സം എടുത്തപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഇന്റർസെക്ഷനിലുള്ള ആൾക്കാരെ 1 തവണ കൂടെ ഞാൻ എക്സ്ട്രാ സം ചെയ്തില്ലേ? ചെയ്തു. അപ്പോൾ അതിനെ കൂടെ ഒന്ന് ഒഴിവാക്കണം. ഇവിടെ എഴുതുവാണേ, A2 ഇന്റർസെക്ഷൻ A3. A2 ഇന്റർസെക്ഷൻ A3. അപ്പോൾ A1 A2 എടുത്തു, A1 A3 എടുത്തു, A2 A3 എടുത്തു. ഇനി വേറെ 2 പേര് വെച്ചിട്ടുള്ള പെയർ വേറെ ഏതെങ്കിലും വരുമോ? ഒന്ന് നോക്കിക്കേ. 2 പേർ വെച്ചിട്ടുള്ള പെയർ വരുമോ? വരത്തില്ലല്ലോ. ഓക്കെ, ആർക്കും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ അതിൽ? ശരി, അപ്പോൾ ഇല്ലാന്ന് വിചാരിക്കുന്നത് ഞാൻ അടുത്ത് പോവുകയാണ്. നൗ നോക്കുക, 3 പേരുടെയും ഇന്റർസെക്ഷൻ വന്ന ഈ ഭാഗം നോക്കുക. 3 പേരുടെയും ഇന്റർസെക്ഷൻ ഭാഗം വന്ന ഈ ഭാഗം, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് A1-ൻ്റെ കാർഡിനാലിറ്റി എടുത്തു, അപ്പോൾ ഈ ഭാഗം 1 തവണ കൂട്ടി. ഇവിടെ A2-ൻ്റെ കാർഡിനാലിറ്റി എടുത്തു, അപ്പോൾ ഈ ഭാഗം ഒന്നുകൂടെ കൂട്ടി. A3-യുടെ കാർഡിനാലിറ്റി എടുത്തു, അപ്പോൾ ഈ ഭാഗം 1 തവണ കൂടെ കൂട്ടി. അതായത് 3 തവണ കൂട്ടി വെച്ചേക്കാണ്. 3 തവണ കൂട്ടി വെച്ചു. A1-ൻ്റെയും A2-ൻ്റെയും A3-യുടെയും കാർഡിനാലിറ്റി ഓരോ തവണ കൂട്ടിയിരിക്കുകയാണ്. ഈ ഭാഗത്ത്. അപ്പോൾ ഈ 3 പേരുടെയും ഇന്റർസെക്ഷൻ വരുന്ന ഭാഗത്തിനെ 3 തവണ കൂട്ടി വെച്ചേക്കുകയാണ്. ഓക്കെ, ഡൺ. അവിടെ ഇരിക്കട്ടെ. നൗ A1 ഇന്റർസെക്ഷൻ A2 മൈനസ് ചെയ്തേക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്ത് തന്നെ ഇയാളെ വരില്ലേ? 3 പേരുടെ ഇന്റർസെക്ഷനുള്ള ഈ ഭാഗവും A1 ഇന്റർസെക്ഷൻ A2-ൽ വരില്ലേ? വന്നിരിക്കുകയാണ്. അതിനെ മൈനസ് ചെയ്തു. അതായത് ഇവിടെ 3 തവണ കൂട്ടി വെച്ച ആളിനെ 1 തവണ മൈനസ് ചെയ്തു. സന്തോഷം. 1 തവണ മൈനസ് ചെയ്തു. സന്തോഷം. ഓക്കെ, ഡൺ. എന്നിട്ട് മൈനസ് A1 ഇന്റർസെക്ഷൻ A3. A1-ൻ്റെയും A3-യുടെയും ഇന്റർസെക്ഷൻ, A1-ൻ്റെ A3, അവിടെയും കോമൺ പോയിന്റ് ഇല്ലേ? കോമൺ പോയിന്റ് ഉണ്ട്. മൈനസ് ചെയ്തു. ഓക്കെ, 2. അപ്പോൾ ബാക്കി 2 തവണ ഉണ്ടായിരുന്നു, വീണ്ടും മൈനസ് ചെയ്തു. ഇനി 1 തവണയേ ഉള്ളൂ. ഇനി അടുത്ത് വീണ്ടും മൈനസ് ചെയ്ത് എന്താണ്? A2 ഇന്റർസെക്ഷൻ A3. അവിടെയും ഇയാളില്ലേ? ഉണ്ട്. വീണ്ടും മൈനസ് ചെയ്തു. ആകപ്പാടെ ബാക്കി ഉണ്ടായിരുന്ന ഒരാളെയും മൈനസ് ചെയ്തു. അതായത് ഇന്റർസെക്ഷൻ ഭാഗം ഇനി ഇല്ല, കഴിഞ്ഞു. 3 പേരുടെ ഇന്റർസെക്ഷൻ ഭാഗത്തിനെ കൂട്ടിയിട്ടില്ല, കഴിഞ്ഞു. ഞാൻ വീണ്ടും പറയാണ്, A1-നെ A2-നെ A3-നെ പ്രത്യേകം സം ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെ 3 പേരുടെ ഇന്റർസെക്ഷൻ വരുന്ന ഭാഗം 3 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. 3 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ A1 ഇന്റർസെക്ഷൻ A2-നെയും A1 ഇന്റർസെക്ഷൻ A3-നെയും A2 ഇന്റർസെക്ഷൻ A3-നെ മൈനസ് ചെയ്തിരിക്കുകയാണ്. അവരിൽ എല്ലാവരിലും ഈ കോമൺ പോയിന്റ് ഉണ്ട്, ഈ കോമൺ ഏരിയ ഉണ്ട്. അതായത് 3 പ്രാവശ്യം കൂട്ടി വെച്ചു, 3 പ്രാവശ്യം വീണ്ടും മൈനസ് ചെയ്തു. അതായത് ഫലത്തിൽ കൂട്ടിയിട്ടേ ഇല്ല. അതായത് 3 പേരുടെ ഇന്റർസെക്ഷനെ ഇനി പ്രത്യേകിച്ച് നമ്മൾ കൂട്ടി കൊടുക്കണം. A1 ഇന്റർസെക്ഷൻ A2 ഇന്റർസെക്ഷൻ A3. ആൻഡ് വി ആർ ഡൺ. ഇത്രയേ ഉള്ളൂ. വെൻ ഡയഗ്രാം വെച്ചിട്ട് ഞാൻ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പളിന്റെ 3rd 3 സെറ്റിന്റെ കോമ്പിനേഷൻ പറഞ്ഞതാണ്. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 4-ലും 5-ലും അങ്ങനെ ജനറലി N-ലും എടുക്കുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് പ്രോസസ്സാണ്. ഐ ഹോപ്പ് ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, ശരി. അപ്പം ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണമെന്നില്ല, ഈ വെൻ ഡയഗ്രാമിൻ്റെ കാര്യമൊന്നും എഴുതണമെന്നില്ല, ഞാൻ മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. നൗ അപ്പം നമ്മൾ n is equal to 2-ന് കാര്യം ശരിയാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നൗ വി വിൽ അസ്യൂം ദാറ്റ്
assume that it is true for n minus 1 വരെ കാര്യം ശരിയാണ്, പ്രശ്നമില്ല. n minus 1 വരെ കാര്യം ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. Now we will prove for n-ന് കാര്യം ശരിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകും. n minus 1 വരെ കാര്യം ശരിയാണ്, നമ്മൾ n-ന് കാര്യം ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് നിങ്ങൾ രണ്ട് സെറ്റുകളുടെ യൂണിയന്റെ കാർഡിനാലിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ഫോർമുല ഉപയോഗിക്കാം. അങ്ങനെ n minus 1 സെറ്റുകൾ വരെ അത് ആര് വേണോ ആയിക്കോട്ടെ, ആർബിട്രറി സെറ്റ് എന്നാണ് പറഞ്ഞത്, ആര് വേണോ ആകാം. അപ്പോൾ രണ്ട് സെറ്റ് നിങ്ങൾ എടുത്താലും ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ശരിയാണ്. അങ്ങനെ n minus 1 സെറ്റുകൾ എടുത്താലും ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ശരിയാണ്. ഇനി n സെറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ കാര്യം ശരിയാണോ അല്ലയോ എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. ലെറ്റ് S is equal to union I is equal to 1 to n minus 1 AI. ഇതെന്താണ്? S is equal to union I is equal to 1 to n minus 1 AI. എന്താണ്? ഭരത്, ഇതെന്താണ്? ഭരത്, കേൾക്കാമോ? എസ് എന്താണ്? എസ് ഇസ് ഈക്വൽ ടു യൂണിയൻ ഐ ഈക്വൽ ടു 1 to n minus 1 AI എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാത്തിമ, ഹലോ സർ. എന്താണത്? എസ് ഇസ് ഈക്വൽ ടു യൂണിയൻ ഐ ഈക്വൽ ടു 1 to n minus 1 AI. ഇമ്മാനുവൽ, ഇതെന്താണ്? എസ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതിയത് എന്താണ്? n minus 1 വരെയുള്ള യൂണിയൻ. n minus 1 വരെയുള്ള ആൾക്കാരുടെ യൂണിയൻ ആണ്. Therefore this is equal to A1 union A2 union etc union an minus 1. A1 union A2 union etc union an minus 1. n minus 1 വരെ കാര്യം ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അതായത് കാർഡിനാലിറ്റി ഓഫ് എസ്, അതായത് എസ് എന്ന് പറഞ്ഞാൽ ഇയാളാണല്ലോ, കാർഡിനാലിറ്റി ഓഫ് യൂണിയൻ ഐ ഇസ് ഈക്വൽ ടു 1 to n minus 1 AI എന്ന് പറയുന്നത് ആദ്യം ഓരോരുത്തരുടെയും സം എടുക്കുക. നമ്മുടെ n minus 1 ആൾക്കാരെ ഉള്ളുവേ ഈ കൂട്ടത്തിൽ. അതായത് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n minus 1. പഴയ പോലെ n ആൾക്കാരല്ല, n minus 1 ആൾക്കാരാണ്. അതുകൊണ്ട് ഓരോരുത്തരെയും സം ചെയ്യണം, n minus 1 ആൾക്കാരെയും സം ചെയ്യണം. പ്ലസ്, ആ പ്ലസ് എല്ലായിടത്തും മൈനസ് ആണ്, മൈനസ്. രണ്ടുപേർ വെച്ചിട്ട് ഇന്റർസെക്ഷൻ എടുക്കണം. എ ഐ ഇന്റർസെക്ഷൻ എ ജെ. ഐക്കും ജെയ്ക്കും ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? 1 less than or equal to I less than j less than or equal to n minus 1. n വരെയുള്ള ആൾക്കാരില്ല, n minus 1 വരെയുള്ള ആൾക്കാരേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. പ്ലസ് സമ്മേഷൻ കാർഡിനാലിറ്റി ഓഫ് എ ഐ ഇന്റർസെക്ഷൻ എ ജെ ഇന്റർസെക്ഷൻ എ കെ. വീണ്ടും ഐക്കും ജെയ്ക്കും കെയ്ക്കും പ്രത്യേകതയുണ്ട്. 1 less than or equal to I less than j less than k less than or equal to n minus 1.
സിമിലർലി ഇത് നമ്മൾ തുറന്നുകൊണ്ടിരിക്കും. ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നു? പ്ലസ് -1/2. എത്ര പേരാണോ ഉണ്ടായിരുന്നത്? n-1 പേരാണോ ഉണ്ടായിരുന്നത്? അതേ -1. ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൽ നോക്കുക, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. എത്ര പേരാണോ ഉണ്ടായിരുന്നത്, അവിടെ n ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് പവർ n-1 ആയിരുന്നു. ഇവിടെ n-1 ആൾക്കാരാണുള്ളത്, അതുകൊണ്ട് പവർ n-1 -1, that is n-2. That is n-2. ഏറ്റവും അവസാനത്തെ ടേം എല്ലാവരുടെയും കൂടെ ഇന്റർസെക്ഷൻ എടുത്തിട്ടുള്ള കാർഡിനാലിറ്റി ആണ് A1 ഇന്റർസെക്ഷൻ, A2 ഇന്റർസെക്ഷൻ, എക്സെട്രാ ഇന്റർസെക്ഷൻ AN-1. ഇതാണ് എസിന്റെ കാർഡിനാലിറ്റി. ഇതാണ് എസിന്റെ കാർഡിനാലിറ്റി. കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. അപ്പൊ n-1 വരെ കാര്യം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കിത് എഴുതാൻ പറ്റിയത്. ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് ആണ് ഇതിന് കാരണം. ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്, നെവർ മൈൻഡ്. ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്, ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് കാര്യം ശരിയാണ്. ഡൺ. ഇനി അടുത്ത് യൂണിയൻ ഓഫ് I is equal to 1 to n AI. ഈ പുള്ളിക്കാരൻ്റെ കാർഡിനാലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് എന്നിന് കാര്യം ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഇയാളുടെ കാർഡിനാലിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ആ ഇക്വേഷൻ വരണം. നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കണം. ഈ പുള്ളിക്കാരൻ്റെ വേണം കണ്ടുപിടിക്കാൻ. ഞാൻ ഇയാളെ എഴുതുകയാണ് എസ് യൂണിയൻ AN. എസ് യൂണിയൻ AN എന്ന് ഞാൻ ഇയാളെ എഴുതുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എസ് യൂണിയൻ AN എന്ന് എഴുതുകയാണ്. അങ്ങനെ എഴുതിയെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ എഴുതിയത് എന്തുകൊണ്ടാണ്? അഭിഷേകിന് പറയാമോ? അഭിഷേക് കേൾക്കുന്നുണ്ടോ? ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്? എന്തോ കേട്ടില്ല. സമ്മേഷൻ എടുക്കുമ്പോ യൂണിയൻ രണ്ടിൽ വരുന്നുണ്ടോ? സമ്മേഷൻ എടുക്കുമ്പോഴാ? ഇല്ല, ഇത് ലോജിക്ക് നോക്കിയാൽ മതി. എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് മനസ്സിലായില്ല. യൂണിയൻ ഫ്രം I to 1 n-1. I to 1 n-1 അതാരാണ്? അനിഷയ്ക്ക് പറയാമോ? അനിഷ, അനിഷയ്ക്ക് പറയാമോ ഇതെന്താണ് ഞാൻ ഇങ്ങനെ എഴുതിയതെന്ന്? അന്നപൂർണ, ഇതെന്തുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ എഴുതിയത്? സർ, കാരണം n-1 വരെയുള്ളതിന്റെ യൂണിയൻ ഓൾറെഡി ഉണ്ട്. അപ്പം ഇത് ഇപ്പം എസ് യൂണിയൻ AN എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു AN സെറ്റും കൂടെ അതിന്റെ കൂടെ യൂണിയൻ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. അതായത് എസ് എന്ന് പറയുമ്പോൾ n-1 വരെയുള്ള ആൾക്കാരുടെ യൂണിയൻ ആണ്. ഓക്കെ, ഉണ്ട്. അതിന്റെ കൂടെ AN കൂടെ യൂണിയൻ എടുത്താൽ മൊത്തത്തിലുള്ള യൂണിയൻ ആയല്ലോ, കഴിഞ്ഞു. അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. നോക്കുക, യൂണിയൻ I equal to 1 to n AI-നെ, അതായത് n വരെയുള്ള ആൾക്കാരുടെ യൂണിയൻ, A1 യൂണിയൻ, A2 യൂണിയൻ, എക്സെട്രാ യൂണിയൻ AN എന്ന് പറയുന്ന ആ വലിയ ടേമിനെ ഞാൻ എഴുതിയത് എസ് യൂണിയൻ AN. ലോജിക്കലി അത് ശരിയാണ്. കാരണം എസ് എന്ന് പറയുന്നത് ആദ്യത്തെ n-1 വരെയുള്ള ആൾക്കാരുടെ യൂണിയൻ. അതേ യൂണിയൻ AN ചെയ്യുമ്പോൾ മൊത്തം കിട്ടും. അപ്പം ഞാൻ യൂണിയൻ AI എന്ന് പറയുന്നത് എസ് യൂണിയൻ AM എന്ന് എടുത്തിട്ടുണ്ട്, എസ് യൂണിയൻ AN എന്ന് എടുത്തിട്ടുണ്ട്, എസ് യൂണിയൻ AN എന്ന് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല.
ഓക്കെ, അപ്പോൾ അത്രയും വരെ നമ്മൾ എഴുതി, അതുവരെ നമ്മൾ എഴുതി. നൗ മൂവിങ് ഓൺ നമ്മൾ കാർഡിനാലിറ്റി ഓഫ് എസ് യൂണിയൻ എ എൻ എടുക്കാൻ പോവാണ്. എസ് യൂണിയൻ എ എൻ, കാർഡിനാലിറ്റി ഓഫ് എസ് യൂണിയൻ എ എൻ, അതായത് രണ്ടുപേരുടെ യൂണിയന്റെ കാർഡിനാലിറ്റി. സെറ്റ് രണ്ടെണ്ണമാണെങ്കിൽ കാര്യം ശരിയാണെന്ന് n=2 നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 2 സെറ്റാണ് എടുക്കുന്നതെങ്കിൽ അയാളുടെ യൂണിയന്റെ കാർഡിനാലിറ്റി കണ്ടുപിടിക്കേണ്ടത് ഓരോരുത്തരുടെയും കാർഡിനാലിറ്റി പ്രത്യേകം കണ്ടുപിടിക്കുക, സം ചെയ്യുക, എന്നിട്ട് മൈനസ് അവരുടെ രണ്ടുപേരുടെ ഇന്റർസെക്ഷന്റെ കാർഡിനാലിറ്റി. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. രണ്ടുപേരുടെ കാര്യം എസ് യൂണിയൻ എ എന്നിന്റെ കാർഡിനാലിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. അത് രണ്ടുപേരേ ഉള്ളൂ. അതായത് കാർഡിനാലിറ്റി ഓഫ് എസ് പ്ലസ് കാർഡിനാലിറ്റി ഓഫ് എ എൻ മൈനസ് കാർഡിനാലിറ്റി ഓഫ് എസ് ഇന്റർസെക്ഷൻ എ എൻ. ഡൺ. അതോടെ നിൽക്കട്ടെ. നൗ എസ് ഇന്റർസെക്ഷൻ എ എൻ എന്താണെന്ന് നോക്കാം. എസ് ഇന്റർസെക്ഷൻ എ എൻ പുള്ളിക്കാരൻ ആരാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എസ് എന്താണെന്ന് അറിയാം. എസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. A1 യൂണിയൻ, A2 യൂണിയൻ, എക്സെട്ര യൂണിയൻ AN-1. ആദ്യത്തെ n-1 ആൾക്കാരുടെ യൂണിയനാണ് എസ്. ഈ വലിയ ആള് ഇന്റർസെക്ഷൻ AN എഴുതി വെച്ചിട്ടുണ്ട്. A1 യൂണിയൻ, A2 യൂണിയൻ, എക്സെട്ര യൂണിയൻ AN-1 ഇന്റർസെക്ഷൻ ആണ്. ഇന്റർസെക്ഷൻ AN ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിയൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ഇന്റർസെക്ഷൻ ആൻഡ് ഇന്റർസെക്ഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ യൂണിയൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ഇതെല്ലാം യൂണിയനും ഇന്റർസെക്ഷനും ഉണ്ട്. ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, വാട്ടെവർ എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് അകത്ത് കിടക്കുന്ന യൂണിയന് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അതായത് വി ക്യാൻ റൈറ്റ് ദിസ് ഇസ് A1 ഇന്റർസെക്ഷൻ AN യൂണിയൻ A2 ഇന്റർസെക്ഷൻ AN യൂണിയൻ A3 ഇന്റർസെക്ഷൻ AN യൂണിയൻ എക്സെട്ര യൂണിയൻ AN-1 ഇന്റർസെക്ഷൻ AN. നോക്കുക, A1 ഇന്റർസെക്ഷൻ AN യൂണിയൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് ചെയ്തത്. ഇന്റർസെക്ഷൻ ഇസ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ യൂണിയൻ. റൈറ്റും ലെഫ്റ്റും ആണ്, അത് പ്രശ്നമില്ല. ഞാൻ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത്. ഇന്റർസെക്ഷൻ ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ യൂണിയൻ. അത് വെച്ച് അകത്തേക്ക് ഇന്റർസെക്ഷൻ മൊത്തം എടുത്തേക്കാണ്. അകത്തേക്ക് ഇന്റർസെക്ഷൻ മുഴുവനും എടുത്തേക്കാണ്. A1 ഇന്റർസെക്ഷൻ AN യൂണിയൻ A2 ഇന്റർസെക്ഷൻ AN യൂണിയൻ A3 ഇന്റർസെക്ഷൻ AN യൂണിയൻ എക്സെട്ര യൂണിയൻ AN-1 ഇന്റർസെക്ഷൻ AN. ഓക്കെ, ശരി. A1 ഇന്റർസെക്ഷൻ AN-നെ ഞാൻ G1 എന്ന് എടുത്തു. പുതിയ പേരാണ്, പുതിയൊരു സിമ്പൽ കൊടുക്കുകയാണ്. രണ്ടുപേരെയും കൂടെ എനിക്ക് ഇങ്ങനെ എഴുതാൻ മടിയായിട്ട് ഞാൻ പുതിയൊരു സിമ്പൽ കൊടുക്കുകയാണ്. യൂണിയൻ A2 ഇന്റർസെക്ഷൻ AN-നെ ഞാൻ G2 എന്ന് കൊടുത്തു. പഴയ പരിപാടി തന്നെ. എന്ന് വെച്ചാൽ എനിക്ക് രണ്ടുപേരെ എഴുതാൻ ഒരു മടിയായിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തന്നേ ഉള്ളൂ. യൂണിയൻ A3 ഇന്റർസെക്ഷൻ AN-നെ ഞാൻ G3 ആയിട്ട് കൊടുത്തു. യൂണിയൻ എക്സെട്ര യൂണിയൻ. ഇനി AN-1 ഇന്റർസെക്ഷൻ AN ആണ്. നിങ്ങൾ നോക്കുക, A1 G1, A2 with AN G2, A3 with AN G3, AN-1 with AN, that is GN-1. That is GN-1. Therefore, this is equal to union 1, 2, 3, etc. n-1 വരെയാണ്. n-1 വരെ. അതായത് I is equal to 1 to n-1 GI. n-1 ആൾക്കാരുടെ യൂണിയൻ ആണ്. പുതിയ ആളാണ് G. Therefore ഞാൻ എഴുതുന്നു GI is equal to AI intersection
AI ഇന്റർസെക്ഷൻ AN സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. GI ഈസ് ഈക്വൽ ടു AI ഇന്റർസെക്ഷൻ AN. അതാണ് ഞാനിവിടെ ചെയ്തത്. S ഇന്റർസെക്ഷൻ ANനെ വേറെ n-1 സെറ്റുകളുടെ യൂണിയനായിട്ട് ഞാൻ എഴുതി. വേറെ കുറച്ച് n-1 സെറ്റുകളുടെ യൂണിയനായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. കണ്ടല്ല? ഓക്കെ, ഡൺ. ഓക്കെ, അപ്പോൾ നമ്മൾ അതുവരെ എഴുതി. നൗ S ഇന്റർസെക്ഷൻ AN പുള്ളിക്കാരൻ്റെ കാർഡിനാലിറ്റി. S ഇന്റർസെക്ഷൻ AN എന്ന് പറയുന്നത് ഇപ്പം ഞാൻ GIകളുടെ യൂണിയൻ എന്ന് എഴുതിയിട്ടുണ്ട്. GIകളുടെ യൂണിയൻ, അതായത് n-1 ആൾക്കാരാണ്. അപ്പോൾ S ഇന്റർസെക്ഷൻ ANന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു 1 to n-1 GI. രണ്ടുപേരും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇയാളുടെ കാർഡിനാലിറ്റിക്ക് ഈക്വൽ ആണ്. ഓക്കെ, അവിടെ നിൽക്കുക. ശരി, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിബഡി, ആർക്കെങ്കിലും പറയാമോ? ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഒരു വഴി ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാമോ? ആർക്കൊന്നും പറയാനില്ല. ഇനി എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന്? സാർ ഇത് S ആയിട്ട് സിമിലർ അല്ലേ? എസ്സുമായിട്ട് സിമിലർ ആണ്. ഞാനിപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആളെ നോക്കുക. യൂണിയൻ I ഈസ് ഈക്വൽ ടു 1 to n-1 GI. n-1 സെറ്റുകളുടെ യൂണിയനാണ് നിങ്ങളുടെ റൈറ്റ് സൈഡ് കിടക്കുന്നത്. അത് ഫോക്കസ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതാണ് ചോദ്യം. ഒന്നും കൂടെ പറ സാർ. ഇപ്പൊ പറഞ്ഞത് റൈറ്റ് സൈഡില് കുറച്ച് സെറ്റുകളുടെ യൂണിയന്റെ കാർഡിനാലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആ സെറ്റുകളുടെ എണ്ണം നോക്കുക. n-1 നമ്പർ ഓഫ് സെറ്റ്സ്. n-1 നമ്പർ ഓഫ് സെറ്റ്സിന്റെ യൂണിയനാണ് ആ റൈറ്റ് സൈഡ് കിടക്കുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആർക്കും പറയാം, ഒരു പ്രശ്നമില്ല കേട്ടോ, ആർക്കും പറയാം. എനിബഡി? ഇമ്മാനുവൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും അടുത്ത സ്റ്റെപ്പ് എന്തെങ്കിലും എഴുതാൻ പറ്റുമെന്ന്? നിങ്ങൾക്കൊരു ഇത് വേണ്ടേ? അടുത്തെന്ത് ചെയ്യാൻ പറ്റുമെന്ന്? അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളത് എന്തെങ്കിലും വെച്ചിട്ട് പറയാം. യൂണിയൻ GN അല്ല, ആർക്കൊന്നും തോന്നുന്നില്ല. ഓക്കെ, ശരി, നിങ്ങൾ നോക്കുക. ഞാൻ ഈ റൈറ്റ് സൈഡ് എഴുതി വെച്ചേക്കുന്നത് എന്താണ്? n-1 സെറ്റുകളുടെ യൂണിയൻ കണ്ടുപിടിക്കാനാണ് എഴുതി വെച്ചേക്കുന്നത്. നിങ്ങളുടെ ഇൻഡക്ഷൻ പറഞ്ഞോ. അതെ, ഇൻഡക്ഷൻ ഹൈപ്പോതെസിസ് ഇവിടെ ഉപയോഗിക്കാം. കാരണം സെറ്റുകളുടെ എണ്ണം n-1 ആണ്. സെറ്റുകളുടെ എണ്ണം n-1 ആണെങ്കിൽ ഇൻഡക്ഷൻ ഹൈപ്പോതെസിസ് സെറ്റ് ഏത് വേണോ ആയിക്കോട്ടെ, ആർബിട്രറി സെറ്റ് എന്നാണ് തിയറം പറയുന്നത്. ആർബിട്രറി സെറ്റ് എന്ത് വേണോ ആയിക്കോട്ടെ, എയോ ബിയോ സിയോ ജിയോ എന്ത് വേണോ ആയിക്കോട്ടെ, പക്ഷെ അവരുടെ എണ്ണം, സെറ്റുകളുടെ എണ്ണം n-1 ആണെങ്കിൽ ഇൻഡക്ഷൻ ഹൈപ്പോതെസിസ് ഇവിടെ വരും. അപ്പോൾ ഇൻഡക്ഷൻ ഹൈപ്പോതെസിസ് അനുസരിച്ച് നമുക്ക് ഈ പുള്ളിക്കാരുടെ കാർഡിനാലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്യുക? ഓരോരുത്തരുടെയും കാർഡിനാലിറ്റിയുടെ സം എടുക്കുക. I ഈസ് ഈക്വൽ ടു 1 to n-1. n-1 ആൾക്കാരാണ്. ഞാൻ സൈഡിൽ വേണമെങ്കിൽ ബൈ ഇൻഡക്ഷൻ ഹൈപ്പോതെസിസ് എന്നൊക്കെ എഴുതിക്കോ. മൈനസ് രണ്ട് പേര് വെച്ച് കാർഡിനാലിറ്റി എടുക്കുക. G1 ഇന്റർസെക്ഷൻ GI ഇന്റർസെക്ഷൻ GJ സം 1 less than or equal to I less than J less than or equal to n-1. ഇനി അടുത്ത് മൂന്ന് പേർ വെച്ച് കാർഡിനാലിറ്റി എടുക്കുക. മൂന്ന് പേർ വെച്ചിട്ട് ഇന്റർസെക്ഷൻ എടുത്ത് കാർഡിനാലിറ്റി എടുക്കുക. GI ഇന്റർസെക്ഷൻ GJ ഇന്റർസെക്ഷൻ GK. And it follows a rule that is I1 less than or equal to I less than J less than K less than or equal to n-1. Similarly proceeding അവസാനത്തെ ടേം അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് -1 raised to നമ്പർ ഓഫ് എലമെന്റ്സ് m-1 ആണ്. അതേ -1, അതായത് n-2 ഇൻറ്റു കാർഡിനാലിറ്റി ഓഫ് ഓൾ ടുഗദർ G1 ഇന്റർസെക്ഷൻ G2 ഇന്റർസെക്ഷൻ എക്സെട്ര ഇന്റർസെക്ഷൻ Gn-1 ടൺ.
സൈഡിൽ എഴുതിക്കോ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ച് സ്പെല്ലിംഗ് എന്തുകൊണ്ട് അത് നോക്കുക. ഹൈപ്പോത്തസിസ് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റി. ഓക്കെ കേട്ടാ, ഇതുവരെ എത്തി. നൗ നോക്കുക, ജി ഐ എന്താണെന്ന് കൊടുക്കാം. ജി ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എ ഐ ഇൻറ്റർസെക്ഷൻ എ എൻ ആണല്ലോ. എ ഐ ഇൻറ്റർസെക്ഷൻ എ എൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ജി ഐ എന്ന് പറയുന്നത് സൈഡിൽ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എ ഐ ഇൻറ്റർസെക്ഷൻ എ എൻ ഇവിടെ നിന്ന് അയാളെ മാറ്റി എഴുതിയതാണ് നമ്മൾ. അത് ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവുകയാണേ. ജി ഐക്ക് പകരം സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n-1. ജി ഐ എന്ന് പറയുന്നത് എ ഐ ഇൻറ്റർസെക്ഷൻ എ എൻ. എ ഐ ഇൻറ്റർസെക്ഷൻ എ എൻ കണ്ടല്ലോ. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. മൈനസ് അടുത്ത് ജി ഐ ഇൻറ്റർസെക്ഷൻ ജി ജെ. ജി ഐ ഇൻറ്റർസെക്ഷൻ ജി ജെ ഞാൻ സൈഡിലൊന്ന് ചെയ്ത് നോക്കുകയാണേ, നോക്കിക്കോണേ. ഓക്കെ, അടുത്തതിൽ എഴുതിയാലോ. അടുത്തതിൽ എഴുതണോ? വേണ്ട, ഇവിടെ തന്നെ എഴുതാം, കുഴപ്പമില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണേ. ജി ഐ ഇൻറ്റർസെക്ഷൻ ജി ജെ. ജി ഐ ഇൻറ്റർസെക്ഷൻ ജി ജെ നോക്കിക്കോണേ. ഈ ജി ഐ എന്ന് പറയുന്നത് എ ഐ ഇൻറ്റർസെക്ഷൻ എ എൻ ആണ്. എ എൻ ആണ്. ഇൻറ്റർസെക്ഷൻ ജി ജെ എന്ന് പറയുന്നത് എ ജെ ഇൻറ്റർസെക്ഷൻ എ എൻ ആണ്. എ ജെ ഇൻറ്റർസെക്ഷൻ എ എൻ ആണ്. മൊത്തം ഇൻറ്റർസെക്ഷൻ. അപ്പോൾ നമുക്ക് എ ഐ ഇൻറ്റർസെക്ഷൻ എ എൻ ഇൻറ്റർസെക്ഷൻ എ ജെ ഇൻറ്റർസെക്ഷൻ എ എൻ. ഇൻറ്റർസെക്ഷൻ എ എൻ. ഞാൻ ഈ എ എന്നിനെ 2 തവണ ഇൻറ്റർസെക്ഷൻ ചെയ്ത് വെച്ചേക്കുകയാണ്. ആവശ്യമുണ്ടോ? ഒരു സെറ്റ് ഇൻറ്റർസെക്ഷൻ വിത്ത് ഇറ്റ് സെൽഫ് എന്താണ്? എ ഇൻറ്റർസെക്ഷൻ എ എന്താണ്? എ ഇൻറ്റർസെക്ഷൻ എ ഒരു സെറ്റ് ഇൻറ്റർസെക്റ്റിംഗ് ടു ഇറ്റ് സെൽഫ് എന്താണ്? ആർക്കും ഉത്തരവില്ലേ? ഒരു സെറ്റ് ഇൻറ്റർസെക്റ്റിംഗ് ടു ഇറ്റ് സെൽഫ് ആ സെറ്റ് തന്നെയാണ്. എ ഇന്റർസെക്റ്റിംഗ് വിത്ത് എ ആ സെറ്റ് തന്നെയാണ്. രണ്ടുപേരിലും കോമൺ ആയിട്ടുള്ളത് എ തന്നെയാണ്. A set union that set, that is also A itself. ഒരു സെറ്റ് അതിനോട് തന്നെ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റ് തന്നെയാണ്. അതുപോലെ യൂണിയൻ എടുത്തു കഴിഞ്ഞാലും അത് തന്നെയാണ്. അതായത് നിങ്ങളിവിടെ എ എന്നിനെ 2 തവണ ഇന്റർസെക്ട് ചെയ്ത് എഴുതണ്ട, സമയം കളയണ്ട. അതിന് പകരം എ ഐ ഇന്റർസെക്ഷൻ എ ജെ ഇന്റർസെക്ഷൻ എ എൻ ഒറ്റത്തവണ എഴുതിയാൽ മതി. അപ്പോൾ ജി ഐ ഇന്റർസെക്ഷൻ ജി ജെ എന്ന് പറയുന്നത് എ ഐ ഇന്റർസെക്ഷൻ എ ജെ ഇന്റർസെക്ഷൻ എ എൻ എന്നായി മാറും. നൗ അടുത്ത് ജി ഐ ഇന്റർസെക്ഷൻ ജി ജെ ഇന്റർസെക്ഷൻ ജി കെ 3 പേരുടെ നമ്മുടെ ഇതിലുണ്ട്. ഈ 3 പേരുടെ കാര്യം 3 പേരിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 3 പേരിൽ ഇപ്പോൾ ഇയാൾ എങ്ങനെ മാറും? വിച്ച് ഇസ് ഈക്വൽ ടു എ ഐ ഇന്റർസെക്ഷൻ എ എൻ ഇന്റർസെക്ഷൻ എ ജെ ഇന്റർസെക്ഷൻ എ എൻ ഇന്റർസെക്ഷൻ എ കെ ഇന്റർസെക്ഷൻ എ എൻ. അതായത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3 തവണ വരും. 3 തവണ എ എൻ വരും. 3 തവണയൊന്നും എഴുതണ്ട, ഒറ്റ തവണ എഴുതിയാൽ മതി. എ ഐ ഇന്റർസെക്ഷൻ എ ജെ ഇന്റർസെക്ഷൻ എ കെ എല്ലാവരെയും കഴിഞ്ഞു. എന്നിട്ട് എ എൻ 3 തവണ വന്നിട്ടുണ്ടല്ലോ, ഒറ്റ തവണ ഇന്റർസെക്ഷൻ എ, ഒറ്റ തവണ ഇന്റർസെക്ഷൻ എ കണ്ടല്ലോ. അപ്പോൾ ആ ഒരു മാറ്റം ഇവിടെ വരും. അപ്പൊ നമുക്ക് നോക്കാം. വിച്ച് വിൽ ബി സമ്മേഷൻ 1 less than or equal to I less than j less than or equal to n minus 1. GI intersection GJ ആണ്. That will change to AI intersection AJ intersection AN. Done. Intersection AN. Done. ഇനി അടുത്ത് പ്ലസ് summation 1 less than or equal to I less than j less than k less than or equal to n minus 1 GI intersection GJ intersection GK. That will change to AI intersection AJ intersection AK
AI ഇന്റർസെക്ഷൻ AJ ഇന്റർസെക്ഷൻ AK ഇന്റർസെക്ഷൻ AN ഒറ്റ തവണ. ഇന്റർസെക്ഷൻ AN ഒറ്റ തവണ കഴിഞ്ഞു. നൗ ഫൈനലി ഇത് സം ചെയ്യുക. -1n-2 കൊടുക്കുക. എന്നിട്ട് നോക്കുക G1 ഇന്റർസെക്ഷൻ G2. ഇപ്പം G1ൻ്റെ കൂടെ AN വരും, G2ൻ്റെ കൂടെ AN വരും, GN-1 വരെ ഉള്ളത് AN വരും. ഓക്കെ, അപ്പോൾ A1 ഇന്റർസെക്ഷൻ A2 ഇന്റർസെക്ഷൻ A3 ഇന്റർസെക്ഷൻ എക്സെട്ര ഇന്റർസെക്ഷൻ AN-1 ഇവർക്ക് ഓരോരുത്തർക്കുള്ള ആൾക്കാരെ കൊടുത്തു. എന്നിട്ട് ANനെ ഒറ്റത്തവണ മാത്രം ഇന്റർസെക്ട് ചെയ്താൽ മതി. therefore ഇന്റർസെക്ഷൻ AN ഡൺ. ഇന്റർസെക്ഷൻ AN ഡൺ. ഇതാണ് നിങ്ങളുടെ കാർഡിനാലിറ്റി ഓഫ് S ഇന്റർസെക്ഷൻ AN. S ഇന്റർസെക്ഷൻ ANന്റെ കാർഡിനാലിറ്റി ഇതാണ്. S ഇന്റർസെക്ഷൻ ANന്റെ കാർഡിനാലിറ്റി ഇത് ഇയാളാണ്. കണ്ടല്ലോ, ഡൺ. ഇതുവരെ കൊണ്ടെത്തിച്ചു. എല്ലാ സ്റ്റെപ്പും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊണ്ടെത്തിച്ചു. നമ്മൾ കുറച്ചുകൂടെ എടുക്കുവേ. 12 മണിക്ക് തീർക്കാൻ പറ്റില്ല, കുറച്ചുകൂടെ എടുക്കും. ശരി, നൗ ഫോർ ദ ഫൈനൽ സ്റ്റെപ്പ്. അതായത് എനിക്ക് ഫൈനലി എടുക്കേണ്ടിയിരുന്നത് യൂണിയൻ I = 1 to എന്താണ് N AI. ഇയാളുടെ കാർഡിനാലിറ്റി ആയിരുന്നല്ലോ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് S യൂണിയൻ AN ആണെന്ന് ഞാൻ എഴുതി വച്ചു ഇടയ്ക്ക്. ഈ പുള്ളിക്കാരൻ യൂണിയൻ I = 1 to N AI എന്ന് പറയുന്നത് S യൂണിയൻ AN എന്നാണ് ഞാൻ ഇടയ്ക്ക് എഴുതി വച്ചത്. അപ്പോൾ ഞാനത് എഴുതി. ഈ S യൂണിയൻ ANന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് S പ്ലസ് കാർഡിനാലിറ്റി ഓഫ് AN പ്ലസ് പ്ലസ് അല്ല മൈനസ് കാർഡിനാലിറ്റി ഓഫ് S ഇന്റർസെക്ഷൻ AN എന്നും ഞാൻ എഴുതി വച്ചു. S ഇന്റർസെക്ഷൻ AN ആണെന്നും ഞാൻ എഴുതി വച്ചു. ഈ കാർഡിനാലിറ്റി ഓഫ് S ഞാൻ കണ്ടുപിടിച്ചിരുന്നു. കാർഡിനാലിറ്റി ഓഫ് S തുടക്കത്തിൽ തന്നെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാർഡിനാലിറ്റി ഓഫ് S എന്ന് പറയുന്നത് സമ്മേഷൻ I is equal to 1 to n-1 കാർഡിനാലിറ്റി ഓഫ് AI. നിങ്ങളൊന്ന് എഴുതി വരികയാണെങ്കിൽ നിങ്ങൾ ആ നോട്ടൊന്ന് മറിച്ച് നോക്കുക. ഞാൻ കാർഡിനാലിറ്റി ഓഫ് S കണ്ടുപിടിച്ചിരുന്നു. വേണമെങ്കിൽ ഇവിടെയും ഞാൻ കാണിച്ചു തരാം. കാർഡിനാലിറ്റി ഓഫ് S ഇതേ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് കണ്ട. ഈ ഫോമിലാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അവിടെ കാർഡിനാലിറ്റി ഓഫ് Sന് പകരം കാർഡിനാലിറ്റി AI മൈനസ് സമ്മേഷൻ 1 less than or equal to I less than J less than or equal to n-1 cardinality of AI intersection AJ plus summation 1 less than or equal to I less than J less than K less than or equal to n-1 cardinality of AI intersection AJ intersection AK proceeding similarly, and finally we will get plus etc plus -1/n-2 cardinality of AI intersection A2 intersection etc intersection AN-1 S ന്റെ കാർഡിനാലിറ്റി ആണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. S ന്റെ കാർഡിനാലിറ്റി എഴുതി പ്ലസ് ബാക്കിയുള്ളത് കാർഡിനാലിറ്റി ഓഫ് AN ഡൺ മൈനസ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം കേട്ടോ. മൈനസ് കാർഡിനാലിറ്റി ഓഫ് S ഇന്റർസെക്ഷൻ AN. S ഇന്റർസെക്ഷൻ ANന്റെ കാർഡിനാലിറ്റി ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചതേ ഉള്ളൂ. S ഇന്റർസെക്ഷൻ ANന്റെ കാർഡിനാലിറ്റി ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചതേ ഉള്ളൂ. ദാറ്റ് ഇസ് സമ്മേഷൻ I is equal to 1 to n-1 cardinality of AI intersection AN minus cardinality of summation 1 less than or equal to I less than J less than or equal to n-1 cardinality of AI intersection AJ intersection AN plus cardinality 1 less than or equal to I less than J less than K less than or equal to n-1 cardinality of AI intersection AJ intersection AK
intersection an etc plus minus 1 raised to ഇവിടെ number of elements n minus 1 ആണ്. അപ്പോൾ n minus 2 minus 1 raised to n minus 2 cardinality of a1 intersection a2 intersection etc intersection a n minus 1 intersection an. കഴിഞ്ഞു. കണ്ടല്ല? കണ്ടു. നൗ നോക്കുക. cardinality of a1 plus cardinality of a2 plus cardinality of a3 plus etc plus cardinality of n minus 1. n minus 1 വരെയുള്ള ആൾക്കാരുടെ കാർഡിനാലിറ്റിയുടെ സമ്മാണ് ഇവിടെ കിടക്കുന്നത്. ഇയാള് പ്ലസ് ഈ പുള്ളിക്കാരൻ, ഇയാള് പ്ലസ് ഈ പുള്ളിക്കാരൻ. നോക്കുക, n minus 1 വരെയുള്ള ആൾക്കാരുടെ കാർഡിനാലിറ്റി ദേ ഇവിടെ കിടക്കുന്നു. n minus 1 വരെയുള്ള ആൾക്കാരുടെ കാർഡിനാലിറ്റി ദേ കിടക്കുന്നു, ദേ ഇവിടെ. പ്ലസ് അവസാനത്തെ എന്നിന്റെ കാർഡിനാലിറ്റി. ഇത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ എഴുതുകയാണ് which is equal to summation I is equal to 1 to n cardinality of ai. ഇത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ എഴുതുകയാണ്. ഇവിടെ n minus 1 വരെയുള്ള ആൾക്കാരുടെ സം ഉണ്ട്, അതിൻ്റെ കൂടെ പ്ലസ് അവസാനത്തെ ആൾ an കൂടെ, അതായത് a1 a2 എക്സെട്ര an വരെയുള്ള സമ്മ്, അയാളെ ഞാൻ ചേർത്ത് സമ്മേഷൻ i ഈക്വൽ ടു 1 to n കാർഡിനാലിറ്റി ഓഫ് ai എന്ന് എഴുതി. ഇനി രണ്ട് പേര് വെച്ചുള്ള കോമ്പിനേഷൻ വരണ്ടേ? രണ്ട് പേര് വെച്ചുള്ള കോമ്പിനേഷൻ ഏറ്റവും അവസാനത്തെ ആൾ വരെ, n വരെ, n minus 1 വരെ അല്ല, n വരെ രണ്ട് പേര് വെച്ചുള്ള കോമ്പിനേഷൻ വരണം. നിങ്ങളൊന്ന് നോക്കണേ, ഇവിടെ നോക്കിക്കോണേ. ഇവിടെ രണ്ട് പേര് വെച്ചുള്ള കോമ്പിനേഷൻ അല്ലേ ഐ ജെ എ ഐ എ ജെ. ഇപ്പം a1 a2 a1 a3 a2 a3 അങ്ങനെയുള്ള കോമ്പിനേഷൻ എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താണ്? ഈ n വരൂല. a1 an a2 an a3 an ആ ആളില്ല. കൂടിപ്പോയാൽ n minus 1 വരെയുള്ള ആൾക്കാരെ ഉള്ളൂ. a1 an minus 1 a2 an minus 1 അവർ വരെ ഉള്ളൂ. കാരണം ജെയുടെ വാല്യൂ n minus 1ന്റെ കാൽ മുകളിൽ പോകാൻ പറ്റത്തില്ല. രണ്ട് പേര് വെച്ചുള്ള കോമ്പിനേഷൻ തന്നെയാണ് ഈ കിടക്കുന്നത്, സമ്മതിച്ചു ഞാൻ. പക്ഷേ എന്താണ്? അവസാനത്തെ എന്നുമായിട്ടുള്ള കോമ്പിനേഷൻ ഇവിടെ ഇല്ല. ദാറ്റ് ഈസ് എ പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ടേം നോക്കുക. ഐ ചേഞ്ചസ് ഫ്രം 1 to n minus 1, അതായത് a1 an a2 an a3 an എക്സെട്ര an minus 1 ഇന്റർസെക്ഷൻ an ഇല്ലേ? അതായത് ഇവിടെ മിസ്സായി പോയ ആളല്ല ഇവിടെ ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ n വരെയുള്ള ഇന്റർസെക്ഷന്റെ കോമ്പിനേഷൻ ആയിരുന്നു നമുക്ക് വേണ്ടത്. പക്ഷെ ഇവിടെ n minus 1 വരെയുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് some terms such as a1 an a2 an a3 an etc an minus an are missing. ആ മിസ് ചെയ്ത ആൾക്കാർ ഇവിടെ കിടക്കുകയാണ്. ഞാൻ ഈ പറയുന്നതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അയാൾ മിസ്സായിട്ടുണ്ട്. മിസ്സായ ആൾക്കാരെല്ലാം ഇവിടെയുണ്ട്. ഇവിടെ മൈനസ്, ഈ മൈനസിന് അകത്തേക്ക് എടുക്കുമ്പോൾ ഇയാൾ മൈനസ്. therefore this will become minus summation 1 less than or equal to I less than j less than n cardinality of ai intersection aj. cardinality of ai intersection aj. now മൂന്ന് പേർ വെച്ചിട്ടുള്ള കോമ്പിനേഷൻ നോക്കുക കേട്ടോ. a1 ഇന്റർസെക്ഷൻ a2 ഇന്റർസെക്ഷൻ a3. പക്ഷെ ഏറ്റവും അവസാനത്തെ ആള് n minus 1 ആവത്തുള്ളൂ, n ആവത്തില്ല. n minus 1 ആവത്തുള്ളൂ, n ആവത്തില്ല. അതുകൊണ്ട് തന്നെ some terms such as a1 intersection a2 intersection an a1 intersection a3 intersection an is missing. സാരമില്ല, അത് ദേ കിടക്കുന്നുണ്ട്. മനസ്സിലായോ? അതെന്താണ്? a1 ഇന്റർസെക്ഷൻ a2 ഇന്റർസെക്ഷൻ an. ഇവിടത്തെ ആൾ മാറില്ല, എന്നിന് മാറ്റമില്ല, n ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ a3 ഇന്റർസെക്ഷൻ a4 ഇന്റർസെക്ഷൻ an. അതായത് ഇവിടെ ആര് മിസ്സായിട്ടുണ്ടോ ആ മിസ്സായ ആൾക്കാരെല്ലാം ദേ കിടക്കുക. ഇവിടെ പ്ലസ് ആണ്, ഈ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ ഇയാളും പ്ലസ് ആകും. അതായത് ദിസ് വിൽ ബിക്കം പ്ലസ് സമ്മേഷൻ
1 less than or equal to I less than j less than k less than or equal to n, ai intersection aj intersection ak. മിസ്സായ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്, കണ്ടല്ല. ഇനി ഏറ്റവും ഫൈനൽ ടേമല്ലേ വരേണ്ടത്, അതായത് -1n-1 വരണമായിരുന്നു. -1n-1 വരണമായിരുന്നു. നിങ്ങൾ നോക്കുക, ഈ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോഴേ ഇവിടെ ഒന്നാമത് -1n-2 ഉണ്ട്. ഈ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ -1n-2 ഇൻറ്റു -1, -1n-2 ഇൻറ്റു -1, അതായത് -1n-1 അല്ലേ ആണ്. Therefore this will be -1n-1. ഇവിടെ എല്ലാവരും ഇല്ലേ, a1 ഇന്റർസെക്ഷൻ a2 ഇന്റർസെക്ഷൻ an-1 ഇന്റർസെക്ഷൻ an, എല്ലാവരും ഇല്ലേ, എല്ലാവരും ഉണ്ട്. Therefore this will be cardinality of a1 intersection a2 intersection a3 intersection etc intersection an. We are done and hence proved. And this is your inclusion exclusion principle. യൂണിയൻ ഓഫ് n വരെയുള്ള ടേമിന് കാര്യം ശരിയാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. Therefore result is true for n. Hence proved. We are done. Okay.